എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് മുളക് കൃഷിയെക്കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്ന മുളകാണ്, വെള്ള കാന്താരിയാണ് ഈ കാണുന്നത്. അപ്പോൾ ഇതിൻ്റെ വിളവെടുപ്പാണെന്ന് നമ്മൾ ആദ്യം തന്നെ മുളകിൻ്റെ ഉണക്കമുളക് എടുത്ത് അതിൻ്റെ വിത്ത് എടുത്തിട്ട് പാകിയാണ് തൈ മുളപ്പിച്ചത്. തൈ മുളപ്പിച്ച ശേഷം അത് ഈ സൈഡ് വഴിയൊക്കെ നട്ടുകൊടുത്തു. ആ നട്ടതിന് ശേഷം നമ്മൾ ചെയ്തത്, തുടക്കം തന്നെ വളമൊന്നും ചെയ്തു കൊടുത്തില്ല. ഫസ്റ്റ് നട്ടു, കൂമ്പൊക്കെ എടുത്തതിന് ശേഷം നമ്മൾ പിന്നെ ജൈവ സ്ലറികൾ ഒഴിച്ചു കൊടുത്തു. കുറച്ചുകൂടി വലുതായി കഴിഞ്ഞപ്പോൾ കുറച്ച് ചാണകപ്പൊടി ഇട്ട് കൊടുത്തു. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ചെയ്തിട്ടുള്ളൂ. പിന്നെ കുറച്ച് മണ്ണൊക്കെ ഇടയ്ക്ക് കയറ്റി കൊടുക്കും. അതിൽ കൂടുതലൊന്നും ചെയ്തിട്ടില്ല. അതിന് അത്രേ ആവശ്യമുള്ളൂ. ഈ മുളകിൻ്റെ ഒരു പ്രത്യേകത വെച്ചാൽ ഇതിന് നിറച്ച് മുളകുണ്ടാകും. ഇവിടേക്ക് നോക്കിയാൽ കാണാം, എല്ലാ കൂമ്പുകൾക്കിടയും നല്ല മുളകും അതുപോലെ പൂവും ഒക്കെ ഉണ്ട്. കണ്ട ഈ സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും ഇത്. ഇപ്പം നമ്മളിപ്പോൾ രണ്ട് പ്രാവശ്യം ഈ 10-20 തൈകൾ ഞാൻ നട്ടിട്ടുണ്ട്. അതിൽ 2 പ്രാവശ്യം ഇപ്പോൾ കൊടുത്തു. വില നമുക്ക് 100 രൂപ വെച്ചാണ് കിട്ടിയത്. അര കിലോ, ഒരു 1/4 കിലോ അങ്ങനെയുള്ള രീതിയിൽ. അര കിലോ വരെയൊക്കെ കിട്ടിയിട്ടുണ്ട്, അതിൽ കൂടുതൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത, ഇത് നമുക്ക് ധാരാളമായിട്ട് ഉണ്ടാവുകയും ചെയ്യും. നമ്മുടെ വീട്ടാവശ്യത്തിന് ഉപയോഗിക്കാം. അതിന് ശേഷം വേണമെങ്കിൽ കൊടുക്കാം, പുറത്ത് കൊടുക്കാം. അധികമൊന്നുമില്ല, ഇവിടെ 20 തൈ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നാണ് നമ്മൾ ഈ പറഞ്ഞ ഇത് കിട്ടിയത്. ഇത് സൈഡിൽ ചുമ്മാ നട്ടു കൊടുക്കുക. ഇതിന് വലിയ കേടുകളൊന്നും നമ്മളിത് കാണുന്നില്ല. ഇതുവരെയായിട്ട് നമുക്കൊരു കേടെന്ന് പറഞ്ഞ സംഭവം ഇതിൽ വന്നിട്ടില്ല. അത് കാരണം കേടും വലിയ കാര്യമായിട്ട് വരില്ല എന്നാണ് തോന്നുന്നത്. ഇതിൻ്റെ 1-2 കാര്യങ്ങൾ കൂടി നിങ്ങൾക്ക് വേണ്ടി പറയാം. അതായത് നമ്മൾ ഈ മുളക് തൈയൊക്കെ നടുമ്പോൾ നല്ല വെയിലേറ് കിട്ടുന്ന സ്ഥലത്ത് നടണം. മുളകിന് നല്ല വെയിൽ ആവശ്യമുണ്ട്. അതുപോലെ തന്നെ ഇനി ഇതിന് ഉപയോഗിക്കാവുന്ന വളങ്ങൾ വേറെ എന്തൊക്കെയാണെന്ന് വെച്ചാൽ, ജൈവവളങ്ങൾ എന്തും ഇത് നന്നായി പ്രതികരിക്കും, നല്ല രീതിയിൽ വളർന്നു വരും. അപ്പോൾ എല്ലുപൊടി വേണമെങ്കിൽ എല്ലുപൊടി ചേർക്കാം, ആട്ടും കാഷ്ടമാണെങ്കിൽ അത് ഉപയോഗിക്കാം, ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിവളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൂടാണ്. അപ്പോൾ അതിനനുസരിച്ച് നല്ല മഴക്കാലത്ത് ഇടാം, അല്ലെങ്കിൽ അത് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം ഇട്ട് കൊടുക്കുക. പിന്നെ മുയലിൻ്റെ കാഷ്ടം ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. കമ്പോസ്റ്റ് വേറെ നമ്മൾ ഇലകളിൽ നിന്ന് കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏത് ജൈവവളവും ഇത് നന്നായി പ്രതികരിക്കും, നമുക്ക് നല്ല വിളവും തരുകയും ചെയ്യും. ഇപ്പോൾ വിളവെടുക്കാണ്. പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത, ഇത് നന്നായിട്ട് വലിപ്പം വയ്ക്കും. ഒരു 6 അടി ഹൈറ്റ് വരെയൊക്കെ ഇതിൻ്റെ ഹൈറ്റ് വരും. ഇതിപ്പോൾ മഴക്കാലത്തിന് മുമ്പ്, വേനൽക്കാലം ആ ടൈമിലൊക്കെ വളർച്ച ഇച്ചിരി കുറവായിരുന്നു. ഈ മഴ ഇങ്ങോട്ട് പെയ്തപ്പോൾ നന്നായിട്ട് വളർന്ന് പൊങ്ങി കായകൾ നന്നായിട്ട് ഉണ്ടാകാൻ തുടങ്ങി. അപ്പോൾ ഇന്ന് വിളവെടുക്കാം. ഇന്നത്തെ വിളവെടുപ്പാണ് ഈ കാണിക്കുന്നത്. നമ്മൾ ഈ മുളക് തൈയൊക്കെ നടുമ്പേ ഉള്ള പ്രത്യേകത, നന്നായിട്ട് മണ്ണ് കയറ്റി കൊടുത്തില്ലെങ്കിൽ ഈ സാധനം മറഞ്ഞു പോകും. നമ്മൾ കണ്ടപ്പോൾ നന്നായിട്ട് മണ്ണ് കയറ്റി കൊടുത്തിട്ടുണ്ട്. എന്നാലും ഈ പൊക്കം വെക്കുമ്പോൾ ഇതിന് ബലക്കുറവുണ്ടാവും. വേണമെങ്കിൽ ഒരു കോല് കുത്തി കൊടുക്കാം, സപ്പോർട്ടായിട്ട് കുത്തി കൊടുത്തിട്ട് അതുമ്പോൾ കെട്ടി നിർത്തുകയാണെങ്കിൽ നേരെ തന്നെ നിന്നോളും. അല്ലെങ്കിൽ ഹൈറ്റ് കൂടുമ്പോൾ കാറ്റൊക്കെ വീശി കഴിയുമ്പോൾ മറഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. ഇത് കുറച്ച് ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. മണ്ണ് നന്നായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിലും കുറച്ച് ചരിഞ്ഞ് നിൽക്കുന്നുണ്ട്. 6 അടി 5 അടിക്ക് മുകളിലേക്കൊക്കെ ഹൈറ്റ് വന്നു കഴിയുമ്പോൾ തന്നെ ഇത് മറിഞ്ഞു പോകാൻ, കാറ്റത്ത് മറിഞ്ഞു പോകാൻ സാധ്യത കൂടുതൽ. അപ്പോൾ തൈകൾ നട്ട് വളർത്തുമ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം കറക്റ്റായിട്ട്. അപ്പോൾ കാറ്റ് പിടിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. പിന്നെ ഇതിന് കൂടുതലായിട്ടില്ല, നമ്മൾ ആകെയുള്ള ബുദ്ധിമുട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ദിവസം പോയി പറിക്കണം. ഒരു 2 ദിവസം കൂടുമ്പോഴെങ്കിലും പോയി പറിക്കണം. അതുപോലെ നമ്മളുടെ മുളക് നമുക്ക് കിട്ടും. ഇപ്പം ഇന്നത്തെ വിളവെടുപ്പാണ് ഈ കാണുന്നത്. ഇനിയും പറിക്കാനുണ്ട്. അപ്പം ഇന്നത്തെ ഇത്രയും നിർത്തുകയാണ്. ഇതിപ്പോൾ കടയിൽ കൊടുക്കാനായിട്ട് കൊടുത്തിട്ട് വേണം. നമുക്കിപ്പോൾ ഇത്ര ആവശ്യമില്ല. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ ഉപയോഗിക്കും. അതിന് ശേഷം ബാലൻസ് വരുന്നതാണ് ഈ കൊടുക്കുന്നത്. ഇതിനൊരു 100 രൂപ ആ റേഞ്ചൊക്കെ കിട്ടുന്നത് നമുക്ക് കടയിൽ കൊടുക്കുമ്പോൾ. ഈ വീഡിയോ അപ്പോൾ ചെറിയ വീഡിയോ ആണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു വീഡിയോ വരും വരെ ഗുഡ് ബൈ.